പുറത്ത് നല്ലൊരു മഴ ചോർന്നിയുണ്ട്. നല്ല മഴ തന്നെയായിരുന്നു. പണ്ടൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമായിരുന്നു ജൂണ്. മഴക്കാലായ രാത്രി വേഗം കിടന്നുറങ്ങുക, മഴ എന്നുള്ള പേര് പറഞ്ഞ് കിടന്നുറങ്ങുക. പിന്നെ കറണ്ട് പോകുമ്പോൾ പിന്നെ പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം പിന്നെ അമ്മേനെ അച്ഛനും പറ്റിച്ച് കിടന്നുറങ്ങാം. പിന്നെ രാവിലെ വൈകി നീറ്റാതി മഴയാണ് തണുപ്പാന്നുള്ള പേരും പറഞ്ഞ്. പക്ഷെ ഇപ്പം അതല്ല കേട്ടോ. ഇപ്പം ഉറക്കല്ല എന്നറിയാം. ഉറക്കല്ല എന്നല്ല, എന്നാലും പേടിയാണ്. കാരണം ഇടയ്ക്ക് ഞാൻ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ന്യൂസ് ലൈവ് എടുത്ത് നോക്കും, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. ആരവസ്ഥയാണ് ഞങ്ങളതേ. ഞാൻ പുറത്തുനിന്ന് കാണിച്ചുതരാം. നേരെ മുന്നിൽ പുഴയാണ്. ഞാനിവിടെ വന്നിട്ട് 2 വർഷം ആവാനായി. പക്ഷേ ഇതുവരെ ഇവിടെ വീട്ടിലേക്ക് വെള്ളം കയറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ വീട് കുറച്ച് നല്ല ഹൈറ്റിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ മതിലിൻ്റെ താഴെ വരെ വന്നിട്ടുണ്ട്. മതിലൊക്കെ നല്ല ഹൈറ്റിലാണ്, അതുകൊണ്ട് മതിലിൻ്റെ താഴത്ത് എത്തിയിട്ടുള്ളൂ, ഇങ്ങോട്ട് കയറിയില്ല. എന്നാലും ഇടയ്ക്ക് ഞാനിങ്ങനെ എണ്ണി നോക്കും വെള്ളം കയറുന്നുണ്ടോ എന്ന്. പക്ഷേ ഇപ്രാവശ്യമൊക്കെ എവിടെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വയനാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാട്ടോ ഇവിടെ കയറുക. ഇന്ന് വീഡിയോ എടുത്തതല്ല. ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് ഇങ്ങനെ വന്നപ്പോൾ അമ്മേൻ്റെ മഴക്കാല ഓർമ്മകളൊക്കെ അടുത്തുള്ള കുട്ടികളോട് ഇങ്ങനെ പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് കുറേ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, കുറേ കാലമായില്ലേ. കാരണം നേരെ മുന്നിൽ പുഴയതുകൊണ്ട് അമ്മ പുഴയത്തെ കുറേ ഓർമ്മകളാണ് പറയുന്നത്, അമ്മേൻ്റെ ചേച്ചിമാരൊക്കെ. ഇത് അമ്മേൻ്റെ വീട് തന്നെയാണ്, ഇവിടെ തന്നെയാണ് അമ്മേൻ്റെ വീട്. അപ്പം ഞാൻ വിചാരിച്ച അമ്മേൻ്റെ ഓർമ്മകളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ. നമുക്ക് അമ്മേൻ്റെ അടുത്തേക്ക് തന്നെ പോയി വെക്കാം. പേപ്പർ വായനയിൽ അമ്മ. ആദ്യം ഞാൻ പുഴ കാണിച്ചരേ. ഇതാ മുറ്റം നോക്കണ്ട, മുറ്റമൊക്കെ പുല്ലറിഞ്ഞടക്കാം മഴ ചെയ്തിട്ട്. ഈ കാണുന്നതാണ് പുഴ. ആ വെള്ളം ഇവിടം വരെ എത്തിയേ. കഴിഞ്ഞ പ്രാവശ്യത ഇതിൻ്റെ താഴെ, ഈ മതിലിൻ്റെ താഴെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. താഴെയല്ല, പകുതി വരെ തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫയലും സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്ത് പാക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങാനും വെള്ളം കയറിയാലോ വിചാരിച്ചു. അത്രയ്ക്കല്ലായിരുന്നു. ചൂരൽമഴയത്തെ പറ്റൊക്കെ അങ്ങോട്ടാണ് വന്നത്. കാണുന്നത് ഞങ്ങളെ മാനിപുരം പുഴ. പുഴയുടെ പേരാണ് മാനിപുരം പുഴ. പതലോ ഉദ്ഭവനോ ഒന്നും എനിക്ക് അറിയില്ല, ഞാൻ അന്വേഷിക്കട്ടെ. ഞങ്ങളെ വീട് കട്ടടേ. അമ്മ ഭയങ്കര പേപ്പർ വായനയിലാ. എന്തായി നേരത്തെ പേപ്പർ വായിക്കുന്നത്? ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സമയം പോക്കണ്ടേ. എന്താ പേപ്പറിലെ ഗുഡ് ന്യൂസ്? ഗുഡ് ന്യൂസ് ഒന്നുമില്ലതാ, മഴ, വെള്ളക്കെട്ട്. പേപ്പർ തുറന്നാലും ടി വി തുറന്നാലും വീട് തകർന്നു. എന്തൊക്കെ കുലുമാലുകളാണ് പേപ്പർ എടുത്ത് വായിച്ച സങ്കടം തോന്നും. ഞാൻ അതുകൊണ്ടല്ലേ പേപ്പർ വായിക്കാത്ത. പേപ്പർ വായിക്കാണ്ടൊക്കെ വയ്ക്കുമോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കണമെങ്കിലും കാണണമെങ്കിലും ടി വി തന്നെ ശരണം പ്രാപിച്ച പറ്റില്ലല്ലോ. മഴക്കാലായ അവിടെ അടീൻ്റെ സൗണ്ട് കൊതുവിനെ കൊല്ലല്ലേ എനിക്ക് തോന്നുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ മുറ്റം എന്ന് പറഞ്ഞാൽ മണ്ണായിരുന്നു. ഇപ്പോഴത്തെ മുറ്റം എല്ലാവരും വീടും. അത് പിന്നെ ഭംഗി നോക്കണ്ടേ? ഈ ചളിയിൽ ഇങ്ങനെ ഇറങ്ങാറിന്ന് നടക്കുവോ? അല്ല, നടക്കില്ല. എല്ലാവരും കട്ടവാകണ്ടേ? അപ്പം വെള്ളം കുടിക്കാനൊരു മാർഗമല്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ പണ്ട് അമ്മേന്റെ ഒരു ചേച്ചിന്റെ വീട് ആ പുഴയുടെ അറ്റത്തല്ലേനോ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പോലെ അങ്ങോട്ട് പുഴ കടന്ന്? തോണി ഉണ്ടായിരുന്നു. തോണി ഉണ്ടായിനോ? പിന്നെ എത്ര തോണിക്ക് അന്ന് പിന്നെ 25 പൈസ അന്ന്. എന്നിട്ട് തോണിയിൽ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞാല് അച്ഛന് പിന്നെ പുഴയുടെ അക്കരയായിരുന്നു ജോലി. പിന്നെ ഈ എസ്റ്റേറ്റിൽ റബ്ബർ കിട്ടുന്നു. എന്നിട്ട് അച്ഛൻ രാത്രിയൊക്കെ വരുമ്പോൾ ഒറ്റക്കല്ലോടൊക്കെ നീന്തി വരികയായിരുന്നു. ഇത്ര നീന്ത അറിയുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അപ്പോൾ ആ പാരമ്പര്യമൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴേ 58 വയസ്സായി. ഞാനിപ്പോൾ വെള്ളത്തിൽ വീണാലും കുറേയൊക്കെ നീന്തി. പിന്നെ ഇപ്പോൾ കനം വന്നല്ലോ ശരീരമൊക്കെ, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. മുങ്ങിപ്പോയിണ്ട് എപ്പോഴേലും? ഞാനോ? ഇല്ല, മുങ്ങിത്താണോ രക്ഷിച്ചിട്ടുണ്ട്. ആരെ? മറ്റേ കാഞ്ചനമാലയിലെ മൊയ്തീനെ പോലെ ഒന്നും ആയിട്ടില്ല. മൊയ്തീൻ വെള്ളത്തിനടിയിലേക്കല്ലേ പോയത്. ഞാൻ അടിയിലേക്ക് പോയി. അധികം വെള്ളമല്ല, എങ്കിലും നീന്തറിയാത്തവർക്ക് കുറച്ച് വെള്ളം മതിയല്ലോ. എങ്കിലും ഞാൻ പിന്നെ വെള്ളത്തിൽ ഉളാൻ ഇടാന്നാ പറയുക. അത് ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല.
വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് മറ്റേ കാല് പിടിച്ചു. ആരാള്? അത് ഇവിടെ അടുത്തുള്ള ഇപ്പൊ അങ്ങനെ കാല് പിടിച്ച് വലിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 1-2 ആളെ ഞാൻ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അന്നത്തെ പാരിതോഷികം പോയി വാങ്ങിയാലോ? പാരിതോഷികമൊന്നും വേണ്ട, ജീവൻ രക്ഷിച്ചതാണല്ലേ. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ വലിയൊരാളെ അല്ല ഒരാളെ ജീവൻ രക്ഷിച്ചാണ്. ഞാനൊരു ദിവസം നിങ്ങൾക്ക് കേൾക്കണോ, പിന്നെ അന്ന് നല്ല വെള്ള അധികം വെച്ചാല് ഇങ്ങനെ കലങ്ങിയ വെള്ളമല്ല, തെളിഞ്ഞ വെള്ള. അപ്പൊ ഞങ്ങളെല്ലാം ഒരു പാറ ഉണ്ടായിരുന്നു അവിടെ. ആ പാറയമ്മ കയറിയിട്ട് ചാടും. ഒരു ദിവസം ഞാനിങ്ങനെ ചാടി ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ വലിയൊരു മീനാന്ന് വിചാരിച്ചു. ഈ മഞ്ഞൾ മീൻ പോലുള്ള ഒരു സാധനം. അങ്ങനെ ഞാനെന്ത് ചെയ്തു, അതിനങ്ങ് പിടിച്ചപ്പോൾ അതിൻ്റെ നടുക്കാണ് ഞാൻ പിടിച്ചത്. പിടിച്ചപ്പോൾ ബ്രും വെച്ചത് ഒരു പൊന്തല്. നോക്കുന്നപ്പോൾ നല്ല ഉഗ്രനൊരു ചേരയാ. എന്തോ പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിനടിയിലേക്ക് വന്നതാണ്. തള്ളല്ലോ? ഓയ് തള്ളൂരല്ലോ, കളവ് അങ്ങനെ പറയാറില്ലല്ലോ. അങ്ങനെ ഞാനും പൊന്തി ശരിക്കും ചേരനെ കണ്ടു. ഞാൻ നീന്തി പോന്നു. അങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അന്ന് വെള്ളത്തിൽ നിന്ന് ഇപ്പോഴും കണ്ടോ പുഴയിൽ വെള്ളം കണ്ടിട്ടൊന്നും എനിക്കൊരു പേടിയില്ല. ഇപ്പോഴും കണ്ടോ, ഇപ്പോഴും നീന്തണം എന്നുള്ള ഉള്ളിലൊരു എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് നീന്താൻ അറിയില്ല. അതാ നീന്തം പഠിക്കണല്ലോ. ഞാൻ പഠിപ്പിച്ചുതരാൻ പറഞ്ഞത് അമ്മേന്റെ മോനോട് കേൾക്കുന്നില്ല. എന്നോട് പറഞ്ഞ എന്താ അറിയോ, പിന്നെ ഞാൻ പറഞ്ഞത് അല്ല, ഇന്നെന്തെങ്കിലും ദേഷ്യം വിടുമ്പോ എന്നെ എടുത്തും കഴിഞ്ഞ് പുഴയിലേക്ക് എറിയുന്നു. അത് നേരാ. ഞാൻ രക്ഷപ്പെടും. അയ്യടാ, അങ്ങനത്തെ ഉണ്ട്. നീന്തം പഠിച്ച ഞാൻ എങ്ങനെയും പഠിക്കും നീന്തം. മോള് റിസോർട്ട് പോയിട്ട് അവിടെ സ്വിമ്മിംഗ് പൂളിൽ പോയി പഠിക്കും. ഞാൻ എപ്പോഴേന്ന് പഠിച്ചത് ചിലപ്പോൾ നീ അടുത്തും. അല്ല, ഈ പുഴയുടെ പിന്നെ എവിടുന്ന പിന്നെ ഉത്ഭവിക്കുന്നത്? ഇത് അടിവാരം. അടിവാരം എവിടെയാ പതിക്കുന്ന? ഭാരതപ്പുഴ. ഇതോ? ഇത് കല്ലായിപ്പുഴയിലേക്ക്. കല്ലായിലേക്കാ? ഇത് കുന്നമംഗലം വഴി അങ്ങനെ പോയിട്ട് അങ്ങനെ ആ തോട്ടത്തും കടവൊക്കെ. അത് തന്നെ. അമ്മേന്റെ മഴയോർമ്മകൾ ഇത്രയേ ഉള്ളൂ. തൽക്കാലം ഞാൻ നിർത്താം.